ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നതേ, നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകുമല്ലോ. കടല, ഗ്രീൻ പീസോ ഒക്കെ ഇടണം, വെള്ളത്തിൽ ഇടണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ മറന്നു പോകും. അപ്പോഴും നമുക്ക് ഇങ്ങനൊന്ന് ചെയ്ത് വെച്ച് നോക്കിയാലോ. ഞാൻ ഈ കടലയും വേവിച്ച് വെച്ചിട്ടുണ്ട്, ഗ്രീൻ പീസും അതുപോലെ വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ തേങ്ങ ഞാൻ ഇത് കണക്ക് വറുത്ത് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അപ്പോഴെടുക്കാൻ പറ്റും. ഇതെന്തിനാ ഇങ്ങനെ ഞാൻ ആക്കി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് രാവിലെ ഇവിടെ മോനും ഹസ്ബൻഡും ഒക്കെ ചോറ് കൊണ്ടുപോകും. അപ്പോൾ 6:30 ആകുമ്പോൾ നമ്മൾ ചോറും കാപ്പിയും ഒക്കെ അവർക്ക് കൊടുത്തു വിടണം. അപ്പോഴാണ് എനിക്ക് എളുപ്പം. ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ എളുപ്പം ഫ്രഷായിട്ട് നമുക്ക് വെച്ച് കൊടുത്ത് വിടാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഗ്രൈൻഡറിലാണ് അരി ആട്ടി വെക്കുന്നത്. അത് കുറച്ച് ദിവസം നമുക്ക് എടുക്കാൻ പറ്റും. അത് അങ്ങനെ ആട്ടി വെച്ചേക്കും. അപ്പോഴും നമുക്ക് രാവിലെ എണീറ്റ് വന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇട്ടില്ല എന്ന് വെച്ചാലും നമുക്ക് പേടിക്കാനില്ല. പിന്നെ മീനൊക്കെ ക്ലീനാക്കി ഞാൻ ഇതുപോലെ അരപ്പൊക്കെ പുരട്ടി പൊരിക്കാനുള്ളത് സെപ്പറേറ്റ് വെക്കും. പിന്നെ കറി വയ്ക്കാനുള്ളത് സെപ്പറേറ്റ് വെക്കും. അങ്ങനെയൊക്കെ ഞാൻ ആക്കി വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ച് ഈസി ആയിട്ട് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ടെൻഷൻ അടിച്ചും വെപ്രാളം പെട്ടും ഒക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒന്ന് ഇതുപോലെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എളുപ്പവുമാണ്, നമുക്ക് നമ്മുടെ സമയവും ലാഭിക്കാൻ പറ്റും. വെളുപ്പിനെ അങ്ങനെ ചാടി എണീക്കുകയും വേണ്ടാലോ. നമുക്കൊരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. പക്ഷേ 6:30 ആകുമ്പോഴത്തേക്കിന് എനിക്കെല്ലാം റെഡിയാവും അപ്പോഴത്തേക്കിന് തന്നെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും മീൻ ക്ലീനാക്കി ഇങ്ങനെ ഞാൻ അടച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുത്ത് എളുപ്പം കറി വയ്ക്കാൻ പറ്റും. അന്നേരം നമുക്ക് രാവിലെ അയ്യോ എന്തോ വെക്കണം എന്നൊന്നും ആലോചിച്ചിരിക്കേണ്ടെന്ന് വരത്തില്ലല്ലോ. എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങനെ ക്ലീനാക്കി റെഡിയാക്കി ഫ്രീസറിൽ തന്നെ അടച്ച് വയ്ക്കും. ഇത് കടലയും ഗ്രീൻ പീസും ഇതുപോലെ തന്നെ ഞാൻ വേവിച്ച് ഫ്രീസറിൽ വയ്ക്കും. നമുക്ക് ആവശ്യമുള്ളപ്പം നമ്മളതെടുത്ത് ബാക്കിയൊക്കെ ഞാൻ പിന്നെ ചേർക്കാറുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് വേവിച്ച് വയ്ക്കും എന്നേ ഉള്ളൂ. പിന്നെ രാവിലെ അന്നേരം നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ആക്കി വിസിലടിച്ചാൽ നമ്മുടെ കടലയായാലും ഗ്രീൻ പീസ് കറിക്കും ഒക്കെ എളുപ്പമല്ലേ, അങ്ങനെ വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ആക്കി വെക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ അപ്പോഴും ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക. വീഡിയോ